കായംകുളം കീരിക്കാട് തെക്ക് ഞാവക്കാട് LP സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും കിച്ചൺ കം സ്റ്റോറിന്റെയും ചുറ്റുമതിൽ ഗേറ്റിന്റെയും ഇക്കോ സ്റ്റോൺ പ്രോജക്ടിന്റെയും സമർപ്പണം നടന്നു. ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം കീരിക്കാട് തെക്ക് ഞാവക്കാട് LP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും കിച്ചൺ കം സ്റ്റോറിന്റെയും ചുറ്റുമതിൽ ഗേറ്റിന്റെയും ഇക്കോ സ്റ്റോൺ പ്രോജക്ടിന്റെയും സമർപ്പണവുമാണ് നടന്നത്. ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ വികസനം ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ മുന്നേറ്റം ഉണ്ടാകണമെന്ന് പറയുമ്പോൾ അതിൽ കക്ഷിയോ രാഷ്ട്രീയമോ പാടില്ല. ഒരുമിച്ച് നിന്ന് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി പോന്നിരിക്കുന്നു. ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് വലിയ തരത്തിൽ നമ്മളെ പ്രയാസപ്പെടുത്തുകയാണ്. വലിയ തരത്തിൽ കേരളത്തിൽ ലഭിക്കാനുള്ള 60,000-ഓളം കോടി രൂപ ഈ കഴിഞ്ഞ ഒരു വർഷം കിട്ടേണ്ടതാണ് തരാതിരിക്കുന്നത്. നമ്മൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഉച്ചഭക്ഷണത്തിന് പോലുള്ള പണം തരുന്നില്ല. ഇതാരും ദാനം തരുന്നതല്ല. ഇവിടെ ഏകീകൃത ടാക്സ് വന്നപ്പോൾ, നികുതി വന്നപ്പോൾ മുഴുവൻ നികുതിയും പിരിച്ചുകൊണ്ട് പോകുന്ന കേന്ദ്ര ഗവൺമെന്റാണ്. കിച്ചൺ കം സ്റ്റോറിന്റെ ഉദ്ഘാടനം AM ആരിഫ് MP നിർവഹിച്ചു. കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ P ശശികല ചുറ്റുമതിൽ ഗേറ്റിന്റെ ഉദ്ഘാടനവും എക്കോ സ്റ്റോൺ പ്രോജക്ടിന്റെ ഉദ്ഘാടനം ദേവസ്വം ബോർഡ് അംഗം അജികുമാറും നിർവഹിച്ചു. ചടങ്ങിൽ U പ്രതിഭ MLA അധ്യക്ഷത വഹിച്ചു. CR മഹേഷ് MLA മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് കൗൺസിലർ A ഹരിലാൽ മാഗസിൻ പ്രകാശനം നിർവഹിച്ചു. ഫെഡറൽ ബാങ്ക് കായംകുളം സോണൽ ഹെഡ് രഞ്ജിനി അലക്സ് ഫർണിച്ചർ സമർപ്പണവും സ്കൂൾ മാനേജർ MA അബ്ദുൾ ലത്തീഫ് മന്ത്രി സജി ചെറിയാനെ ആദരിക്കുകയും ചെയ്തു. ആലപ്പുഴ ജില്ലാ കളക്ടർ ജോൺ V സാമുവേൽ ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. തുടർന്ന് നടന്ന ചടങ്ങിൽ ഗുരുശ്രേഷ്ഠ അവാർഡ് ജേതാവ് സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഷീജ, സ്കൂൾ മാനേജർ MA അബ്ദുൾ ലത്തീഫ് എന്നിവർക്ക് മന്ത്രി ഉപഹാര സമർപ്പണം നടത്തി. PTA പ്രസിഡന്റ് TMA ഫറൂഖ് സഖാഫി, നഗരസഭാ വൈസ് ചെയർമാൻ J ആദർശ്, ഷാമില അനിമോൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് CS ഭാഷ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.